ഹലോ ഫ്രണ്ട്സ്, RJ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് അയില തിളപ്പിച്ചതാണ്. ഒരു 6 ഇടത്തരം അയില എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള, ഒരു തക്കാളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, വേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ശേഷം നമുക്കൊരു ചട്ടി വയ്ക്കാം. ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ നന്നായി പൊട്ടിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ സവാള ചേർക്കാം. നിങ്ങൾക്ക് സവാളക്ക് പകരം ഒരു 15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞു വെച്ചതും വേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഈ കറിക്ക് സവാള നന്നായിട്ട് മൊരിയണ്ട, ഏകദേശം വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റാം. നന്നായി വഴന്ന ശേഷം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയുടെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി വഴന്ന് വന്ന ശേഷം തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ കുടംപുളിയൊന്നും ചേർക്കുന്നില്ല. ഒരു വലിയ ടീസ്പൂൺ വിനാഗിരിയാണ് ചേർക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ കറിയിൽ. നമുക്ക് മൂടി വയ്ക്കാം. തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അയില ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ കറി ഏത് മീൻ കൊണ്ടും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ അയിലയെ നടുക്കൊന്ന് വരഞ്ഞിട്ടുണ്ട്. ഉപ്പും പുളിയും പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നടുക്കെ കീറി വയ്ക്കുന്നത്. നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുത്ത ശേഷം മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി നല്ലോണം തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അയില തിളപ്പിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യണേ. അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണേ. ഇനി ഒരു 2 മിനിറ്റ് തിളപ്പിക്കാം. അങ്ങനെ നമ്മുടെ കറി നല്ലോണം എണ്ണയൊക്കെ തിളഞ്ഞ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. താങ്ക് യു.